എല്ലാവർക്കും നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയതിൽ സന്തോഷം. അതിന്റെ അടുത്ത പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകും. അപ്പോ ഫസ്റ്റ് നമുക്കറിയാം, സിലബസ് നമുക്ക് 4 മൊഡ്യൂളാണ് പ്രധാനമായിട്ടുള്ളത്. ഫോറസ്റ്റ് എന്നാണ് ആദ്യത്തെ മൊഡ്യൂൾ അല്ലെ. 6 മാർക്കിനുള്ള ഫോറസ്റ്റ്, 7 മാർക്കിന് എന്താണ് വൈൽഡ് ലൈഫ്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന് 5 മാർക്ക്, പിന്നെ IT ആക്ടിന് എത്ര മാർക്കുണ്ട്, 2 മാർക്കുണ്ട്. അങ്ങനെ ആകെ മൊത്തം എത്ര മാർക്കിനാണ് ടോട്ടൽ? 20 മാർക്കാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ്. അതില് ഫസ്റ്റ് നമുക്കറിയാനുള്ളത് വൈൽഡ് ലൈഫിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്താണ് വൈൽഡ് ലൈഫ്? സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, അതുപോലെ തന്നെ തുടരും. ഓക്കെ, അപ്പൊ താഴെ പറയുന്നവയിൽ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം കണ്ടെത്തുക. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഇൻസിറ്റു എന്നും എന്താണ് എക്സിറ്റു എന്നും ഒന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം അറിയാം, വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വന്യജീവി സംരക്ഷണം എന്നാൽ എന്തെന്ന് പറയാം. എന്താണ് വന്യജീവി സംരക്ഷണം? വന്യജീവി സംരക്ഷണം എന്നാൽ അതായത് ഒരു ജീവിവർഗത്തെയോ ഒരു സസ്യജാലത്തെയോ സംരക്ഷിക്കുന്നതിനൊപ്പം അതിന്റെ ആവാസ വ്യവസ്ഥയെ കൂടെ സംരക്ഷിക്കുന്നതിനെയാണ് പറയുന്നത് എന്താണ് വന്യജീവി സംരക്ഷണം. അതിനെയാണ് 2 തരത്തിൽ ഡിവൈഡ് ചെയ്തത്, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു, അല്ലെങ്കിൽ ഇൻസൈറ്റു ആൻഡ് എക്സൈറ്റു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു പോർഷനിലേക്ക് നോക്കിയിട്ട് ഈ ഉത്തരത്തിലേക്ക് വരാം. ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ അത് ടോപ്പിക്കിലോട്ട് പോകും. ആദ്യം വന്യജീവി സംരക്ഷണം എന്നാൽ എന്ത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് വന്യജീവി സംരക്ഷണം അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ? നന്നായിട്ട് മനസ്സിലാക്കി പോയിക്കൊള്ളുക. വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് വന്യജീവി സംരക്ഷണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോ വന്യജീവി സംരക്ഷണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നു? വന്യജീവികളുടെയും സസ്യജാലങ്ങളുടെയും വാസസ്ഥലങ്ങൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണ് വന്യജീവി സംരക്ഷണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇനി ഈ വന്യജീവി സംരക്ഷണം 2 വിധമാണ്. വന്യജീവി സംരക്ഷണം 2 വിധം. ഏത്? ഒന്ന് ഇൻസൈറ്റു കൺസർവേഷൻ, 2 എക്സൈറ്റു കൺസർവേഷൻ. ഒന്ന് ഇൻസിറ്റു, 2 എക്സിറ്റു എന്നറിയണം. മനസ്സിലാക്കുക, ഇൻസിറ്റു എക്സിറ്റു അല്ലെങ്കിൽ ഇൻസൈറ്റു അല്ലെങ്കിൽ എക്സൈറ്റു എന്നറിയിക്കും. അങ്ങനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി അതില് എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് ചോദിച്ചാൽ, ഇൻസിറ്റു എന്താണെന്ന് ചോദിച്ചാൽ സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത്? സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ ജീവി വിഭാഗങ്ങളെയും അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ വെച്ച് തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. മനസ്സിലായോ? എവിടെയാണോ അത് താമസിക്കുന്നത് അവിടെ തന്നെ അതിനെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. എങ്കിൽ എന്തായിരിക്കും എക്സിറ്റു? അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് അതിനെ സംരക്ഷിക്കുന്നുവെങ്കിൽ അതാണ് എക്സിറ്റു കൺസർവേഷൻ. ക്ലിയർ ആണ്? ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നു ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങൾ. അപ്പൊ നമ്മൾ ഈ പഠിച്ച, അതായത് അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നത് എവിടെയൊക്കെ എന്ന് ചോദിച്ചാൽ, ഒന്ന് വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്കുകൾ, ദേശീയോദ്യാനങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. അപ്പോ ഇൻസിറ്റു കൺസർവേഷൻ പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങളും നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ്. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ്. ഇനി ഓരോന്നും നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ്. അപ്പൊ ആദ്യം വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്താണെന്ന് നോക്കണം. ആ ഒരു ടോപ്പിക്ക് ഇവിടെ നമ്മൾ കവർ ആക്കാൻ ഒരു ക്വസ്റ്റ്യൻ വന്നു, അതിന്റെ ടോപ്പിക് വരെ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ആദ്യം വൈൽഡ് ലൈഫ് സാങ്ച്വറി എടുക്കുക, അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട്, അപ്പോൾ എങ്ങനെ നമ്മൾ പറഞ്ഞു, ആ വന്യജീവി സങ്കേതങ്ങളാവുമ്പോൾ അതിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകൾ ആണ് ഏത്? വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമായ വന്യജീവി സങ്കേതങ്ങൾ. ക്ലിയർ?
അതിന് ഉദാഹരണങ്ങളാണ് പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയവ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 1950-ലാണ് പെരിയാറിനെ ആദ്യത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. 1950 പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. സെറ്റായിട്ട് മനസ്സിലാക്കണം. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. അതിന്റെ പേരാണ് തേക്കടി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. പെരിയാറിന്റെ മറ്റൊരു പേര് തേക്കടി. പഴയ പേര് അതായത് 1934 ശ്രീ ചിത്ര തിരുനാളിന്റെ കാലത്താണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അന്ന് ഇതിന്റെ പേര് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. അതിനെയാണ് 1950 എന്തായിട്ട് പ്രഖ്യാപിച്ചത്? പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു പെരിയാർ. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അത് കഴിഞ്ഞ് അവസാനത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ 2019 രൂപീകൃതമായ, അല്ലെങ്കിൽ 2020 എന്ന് പറയാറുണ്ട്, അതിന്റെ പേരാണ് കരിമ്പുഴ എന്ന് പറയുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണത്? മലപ്പുറത്താണ്. മലപ്പുറം. പെരിയാർ ഇടുക്കിയാണ്, കരിമ്പുഴ മലപ്പുറം. ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേര് ന്യൂ അമരമ്പലം എന്നിവിടെ പറയുന്നു. ന്യൂ അമരമ്പലം. ക്ലിയർ ആണ്? ന്യൂ അമരമ്പലം എന്ന് പറയുന്നു. അപ്പൊ കരിമ്പുഴ ഓർ ന്യൂ അമരമ്പലം, പെരിയാർ ഓർ തേക്കടി. മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. സെറ്റായിട്ട് മനസ്സിലായോ? ആയി. ഇനി അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉദാഹരണം. ഇനി എന്താണ് നാഷണൽ പാർക്കുകൾ? നാഷണൽ പാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങള്, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. അപ്പൊ നാഷണൽ പാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം. അപ്പൊ എന്താണ്? അവിടെ വന്യജീവി സംരക്ഷണം വേണം, എന്നാൽ അതിനോടൊപ്പം നമ്മൾ എന്തുകൂടെ സംരക്ഷിക്കുന്നു? എന്തുകൂടെ സംരക്ഷിച്ചു? ചരിത്ര സ്മാരകങ്ങൾ. എന്താണ്? ചരിത്ര സ്മാരകങ്ങൾ. അപ്പൊ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇരവികുളം, സൈലന്റ് വാലിയൊക്കെ. അപ്പോ കേരളത്തിൽ എത്ര നാഷണൽ പാർക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് 6 എന്നും പറയാം, 5 എന്നും പറയാം. അപ്പോൾ നമുക്ക് PSC ഉത്തരപ്രകാരം 5 എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഏതെന്ന് ചോദിച്ചാൽ അത് 1978 രൂപീകൃതമായ ഇരവികുളം. എന്താണ്? ഇരവികുളം നാഷണൽ പാർക്കാണ്. ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം എന്നറിയണം. ഏറ്റവും വലുതും ഇരവികുളം തന്നെയാണ്. അത് കഴിഞ്ഞ് 1984 രൂപീകൃതമായ സൈലന്റ് വാലി. ഏതാണ്? സൈലന്റ് വാലി. സൈലന്റ് വാലി നമുക്കറിയാലോ, പാലക്കാട് ജില്ല മാത്രമല്ല ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ആദ്യ നാഷണൽ പാർക്ക്, അല്ലെങ്കിൽ ഒരേ ഒരു നാഷണൽ പാർക്കാണ് ഏത്? സൈലന്റ് വാലി. അതായത് ഇരവികുളവും പാമ്പാട് ചോല, മതികെട്ടാം ചോല, ആനമുടിച്ചോല ഒക്കെ ഇടുക്കിയിലാണ്. സൈലന്റ് വാലി 84 ഈ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അതിനെ ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. നമുക്കറിയാം ഇരവികുളത്തിൽ നമുക്ക് സംരക്ഷിക്കുന്നതാണ് വരയാടുകൾ, അല്ലെ? വരയാടുകൾ, നീലഗിരി താർ എന്നറിയപ്പെടുന്ന വലയാടുകൾ. ക്ലിയർ? ഓക്കെ. അടുത്ത് സൈലന്റ് വാലിയിൽ എന്ത് കാണപ്പെടുന്നു? സിംഹവാലൻ കുരങ്ങുകൾ. മക്കാക്ക സിലനസ് എന്ന് പറയുന്ന സിംഹവാലൻ കുരങ്ങുകൾ അവിടെ കാണാൻ കാരണം വെടിപ്ലാവിന്റെ സാന്നിധ്യം. കുല്ലിനിയ എക്സാറിലാറ്റ. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം കുല്ലിനിയ എക്സാറിലാറ്റ എന്നറിയപ്പെടുന്നു. അതാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങ് കാണാനുള്ള കാരണം വെടിപ്ലാവിന്റെ സാന്നിധ്യം. അതുപോലെ നമ്മൾ അറിയേണ്ടത് സൈലന്റ് വാലിക്ക് ചീവീടുകൾ ചേർന്നാണല്ലോ സൈലന്റ് വാലി എന്ന പേര് കിട്ടിയത്. മാത്രമല്ല സൈലന്റ് വാലി കേരളത്തിലെ ഒരു നിത്യഹരിത കന്യാവനമാണ്. മഴക്കാടുമാണ്, കന്യാവനവുമാണ്, സംരക്ഷിത പ്രദേശവുമാണ്. അറിയാം. പിന്നെ ഉള്ള 3 ഏതൊക്കെയാ? ആനമുടിച്ചോല,
മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നറിയണം. ഏറ്റവും ചെറുതാണ് പാമ്പാടും ചോല എന്നറിയണം. ഇതാണ് നാഷണൽ പാർക്കുകൾ. അപ്പൊ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് പഠിച്ചു, നാഷണൽ പാർക്കും പഠിച്ചു. ഇനി എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് ചോദിച്ചാൽ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളെയാണ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശമാണിവ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതിക്ക് പ്രാധാന്യമേറിയ പ്രദേശമാണ് ഈ പറഞ്ഞത് കമ്മ്യൂണിറ്റി റിസർവ്. അപ്പൊ ജനവാസങ്ങളുള്ള സ്ഥലത്ത് തന്നെ പരിസ്ഥിതിക്ക് പ്രാധാന്യമുള്ള പ്രദേശത്തില് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സംരക്ഷിക്കുന്ന പ്രദേശത്തെയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ നമുക്ക് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ്? മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ് എന്നറിയണം. ഇതിന് ഉദാഹരണമാണ്. ഇനി ബയോസ്ഫിയർ റിസർവ്. ഇതൊക്കെ എന്താണ്? ഇൻസൈറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് പഠിച്ചത്. ബയോസ്ഫിയർ റിസർവുകൾ അവിടെ അറിയേണ്ടത് ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും, പേരിൽ തന്നെ ഉണ്ട് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളത്. അപ്പൊ ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ. അപ്പൊ ബയോസ്ഫിയർ റിസർവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കണം, ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവും അഗസ്ത്യമലയും. അപ്പൊ കേരളത്തിലെ ആദ്യത്തത് നീലഗിരിയും രണ്ടാമത് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവുകൾ എന്നറിയണം. ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയണം, ഈ പറയുന്ന ബയോസ്ഫിയർ റിസർവുകൾ വരാനാണ് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്നുണ്ട്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം. ഇതിന്റെ ഫലമായിട്ടാണ്, യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്റെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? ഈ ബയോസ്ഫിയർ റിസർവുകൾ നിലവിൽ വന്നത്. അങ്ങനെ ഇന്ത്യയിൽ മൊത്തം 18 ബയോസ്ഫിയർ റിസർവാണ്. കേരളത്തിലെ 2 ബയോസ്ഫിയർ റിസർവാണ്, നീലഗിരിയും അഗസ്ത്യമലയും. ഈ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട എത്രണ്ണം ചോദിച്ചാൽ അത് 13 എണ്ണമാണ്. 18 എണ്ണത്തിൽ എത്ര ഉൾപ്പെട്ടു? 13 എണ്ണമാണ് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടത്. 13ാമത് ഏതെന്ന് ചോദിച്ചാൽ കോൾഡ് ഡെസേർട്ട് എന്ന് ചോദിച്ചത്. കോൾഡ് ഡെസേർട്ട്, ശീത മരുഭൂമി, എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഇതാണ് ബയോസ്ഫിയർ റിസർവുകൾ. അടുത്തത് കാവുകൾ അല്ലെങ്കിൽ സാക്രഡ് ഗ്രൂപ്പ്സ്. കാവ് എന്ന ചെറിയ പ്രദേശമാണ്, വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ്. അപ്പൊ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയെ പറഞ്ഞ പേരാണ് എന്ത്? കാവുകൾ. അപ്പൊ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. മാത്രമല്ല ഒരു പ്രദേശത്തെ ജല സംരക്ഷണത്തിന് നിസ്തുല പങ്കും ഇത് വഹിക്കുന്നുണ്ട്. ഒരു പ്രദേശത്തിന്റെ ജല സംരക്ഷണത്തിന് നിസ്തുല പങ്കും കൂടെ വഹിക്കുന്ന പ്രദേശമാണ് കാവുകൾ. ഇതൊരു ഇൻസിറ്റു കൺസർവേഷൻ ആണ്. പിന്നെ ഉള്ളത് ലാസ്റ്റ് എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. നമ്മൾ പറഞ്ഞു എന്താണ് ഹോട്ട്സ്പോട്ട്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായി അല്ലെങ്കിൽ തദ്ദേശീയമായി അപൂർവയിനം ധാരാളം ജീവികളുള്ള ഒരു പ്രദേശമായിരിക്കണം. എന്നാൽ അതിന്റെ ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്? ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തിൽ 36 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? 36 ഹോട്ട്സ്പോട്ട്. അതിൽ ഇന്ത്യയിൽ എത്ര ഹോട്ട്സ്പോട്ടുകൾ? 4 ഹോട്ട്സ്പോട്ടുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെ നമ്മൾ പറഞ്ഞു? പശ്ചിമഘട്ടമുണ്ട്, ഹിമാലയമുണ്ട്, അതുപോലെ തന്നെ ഇന്തോ ബർമ മേഖലയുണ്ട്, സുണ്ടാലാൻഡ്. അങ്ങനെ 4 എണ്ണമാണ് ഹോട്ട്സ്പോട്ടുകൾ. ഇതും ഒരു എന്തിന് ഉദാഹരണമാണ്? ഇൻസിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളായിട്ടുള്ള നാഷണൽ പാർക്ക് പഠിച്ചു, വൈൽഡ് ലൈഫ് സെഞ്ചുറി പഠിച്ചു, കമ്മ്യൂണിറ്റി റിസർവ് പഠിച്ചു, ബയോസ്ഫിയർ റിസർവ് പഠിച്ചു, കാവുകൾ പഠിച്ചു, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ പഠിച്ചു. ഇനി നമ്മൾ ആയിട്ട് പഠിക്കുന്നത് എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ അതിനുള്ളിലാണെങ്കിൽ ഇൻസിറ്റു, പുറത്താണെങ്കിൽ എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു അത് ഉദാഹരണമാണ് സൂവോളജിക്കൽ ഗാർഡനുകൾ അല്ലെങ്കിൽ സൂവോളജിക്കൽ പാർക്കുകൾ, ബൊട്ടോണിക്കൽ ഗാർഡനുകൾ അല്ലെങ്കിൽ ബൊട്ടോണിക്കൽ പാർക്കുകൾ, ജീൻ ബാങ്കുകൾ തുടങ്ങിയവയൊക്കെ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണങ്ങളാണ് എന്നറിയണം. നമുക്ക് സൂവോളജിക്കൽ ഗാർഡൻ എന്താണെന്ന് നോക്കാം. സൂവോളജിക്കൽ ഗാർഡൻ എന്താണെന്ന് നോക്കാം. അതായത് വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും
ചെയ്യുന്ന പ്രദേശമാണ് സൂവോളജിക്കൽ ഗാർഡൻ. അപ്പോൾ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളാണ്. അവയെ പ്രത്യേകമായി പാർപ്പിച്ചതിന് വേണ്ടി അതിന്റെ വംശം വർദ്ധിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണം. മാത്രമല്ല വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രമാണിവ. അപ്പോൾ വനത്തില് അവിടെ അതിന്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട ജീവികളാണിത്. അപ്പൊ നമുക്ക് ഇനി അവിടെ സംരക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതാണ് എക്സ്റ്റിങ്ക്ട് ഇൻ ദി വൈൽഡ് എന്ന് പറയുന്നത്. വനത്തിൽ വംശനാശം സംഭവിച്ചാൽ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി പാർപ്പിച്ച് സംരക്ഷിക്കുന്ന ജീവിയാണ്, സംരക്ഷിക്കുന്ന മേഖലകളാണ് സൂവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. എക്സിറ്റ് കൺസർവേഷൻ തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരിൽ 12 സൂവോളജിക്കൽ ഗാർഡനുകളുണ്ട്. ഇനി ബൊട്ടോണിക്കൽ ഗാർഡൻ, പേരിൽ തന്നെയുണ്ട്. ബൊട്ടോണിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടോണിക്കൽ ഗാർഡൻ. അപ്പൊ ബൊട്ടോണിക്കൽ ഗാർഡൻ എന്നതാണ് വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രമാണ്. സസ്യങ്ങളെ സംരക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് എവിടെയുണ്ട്? പാലോടുണ്ട്. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടോണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടോണിക്കൽ ഗാർഡനും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത് എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണമാണ്. പിന്നെ ജീൻ ബാങ്കുകൾ. എന്താണ് ജീൻ ബാങ്കുകൾ എന്ന് വെച്ചാൽ? വിത്തുകള്, ബീജങ്ങള് മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രമാണ് ഇത് ജീൻ ബാങ്കുകൾ. ആവശ്യമായ അവസരങ്ങളിൽ അവ ഉപയോഗിച്ച് പുതിയ ജീവികളെ എന്ത് ചെയ്യാം? പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്ന ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞു? എക്സിറ്റ് കൺസർവേഷനും ഉദാഹരണം കഴിയും. അപ്പൊ നമുക്ക് നേരെ ആ ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞേ? ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? താഴെ പറഞ്ഞ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം കണ്ടെത്തുന്നത് സൂവോളജിക്കൽ ഗാർഡൻ ആണോ? അല്ല, അത് എക്സിറ്റു ആണ്. ജീൻ ബാങ്കുകളാണോ? അല്ല, അത് എക്സിറ്റു ആണ്. ബൊട്ടോണിക്കൽ ഗാർഡൻ ആണോ? അല്ല, അത് എക്സിറ്റു ആണ്. പക്ഷെ കാവുകളാണ് ആൻസർ. അതാണ് ഇൻസിറ്റു കൺസർവേഷൻ. അറിയാലോ? ക്ലിയർ ആണ്? ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ എനിക്ക് ഇതിന്റെ മറുപടി താഴെ തരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. മരങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു പ്രദേശമാണ് വനം. അപ്പോൾ ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. മരങ്ങൾ ആധിപത്യം പുലർത്തുന്ന പ്രദേശമാണ് വനം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് മരങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് വനം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ നിർവചന പ്രകാരം 20% വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശമാണ്. നാല് പാളികളാണ് വനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. വനം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ശ്വാസകോശമാണ് വനം. അത് ശരി തന്നെയാണ്. അല്ലെ, ഭൂമിയുടെ ശ്വാസകോശമാണ് വനം. അത് ശരി തന്നെയാണ്. ഭൂമിയുടെ ശ്വാസകോശമാണ് വനം. ഓക്കെ, അതുപോലെ മരങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് വനം. ശരിയല്ലേ? ശരി. 3, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAOയുടെ നിർവചന പ്രകാരം അവിടെ 20 എന്നല്ല വരുന്നത്, പകരം അവിടെ വരുന്നത് 10 എന്നാണ് വരുന്നതെങ്കിലേ ശരിയാവുകയുള്ളൂ. 10% വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശം. എന്താണ് പറഞ്ഞത്? 10% വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? വനം എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പൊ അവിടെ 20 അല്ല 10. 4 പാളികളായാണ് വനങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്. ശരി തന്നെയാണ്. ഏതൊക്കെയാണ് 4 പാളികൾ എന്ന് ചോദിച്ചാൽ, ഏറ്റവും ഉയരത്തിലുള്ള പാളിയാണ് നമുക്ക് എമർജന്റ് ലെയർ എന്ന് പറയാം. എന്താണ് എമർജന്റ് ലെയർ? ഉയരം കൂടിയ മരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാളിയാണ് എമർജന്റ് ലെയർ. രണ്ടാമത്തേത് എന്ന് ചോദിച്ചാൽ ഏതാണ്? നമുക്ക് പറയാം എന്താണ്
കനോപ്പി എന്ന് പറയാം. കനോപ്പി എന്ന് പറഞ്ഞാൽ വനമേലാപ്പ്. മൂന്നാമത് ചെറിയ സസ്യങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന ഭാഗമാണ് അണ്ടർ സ്റ്റോറി എന്ന് പറയാം. അണ്ടർ സ്റ്റോറി എന്ന് പറയാം. ഇനി അഴുകിയ ഇലകളും മരത്തിന്റെ ഭാഗവും വീണ് കിടക്കുന്ന ആ ഭാഗത്തിനെ ഫോറസ്റ്റ് ഫ്ലോർ എന്നും പറയാം. ഫോറസ്റ്റ് ഫ്ലോർ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ അവിടെ പറയുന്നത്. ചുവടെ പ്രസ്താവന പരിശോധിച്ച് ശരിയായ തിരഞ്ഞെടുപ്പില് എമർജന്റ് ലെയർ ഉണ്ട്, കനോപ്പി ഉണ്ട്, അണ്ടർ സ്റ്റോറി ഉണ്ട്, ഫോറസ്റ്റ് ഫ്ലോർ ഉണ്ട്. ഇത് 4 അവിടെ ഓർമ്മിക്കണം. ഇതാണ് 4 പാളികൾ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ശരി ഉത്തരം 1, 2, 4 എന്നൊരു ഓപ്ഷൻ വേണം. പക്ഷെ ആ ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് തിരുത്താം. അല്ലെ, ആ ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷൻ ഇട്ട് കൊടുത്താൽ മതി. 1, 2, 4 എന്നൊരു ഓപ്ഷൻ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ക്ലിയർ ആണോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായവ തിരഞ്ഞെടുക്കുക. നമുക്കറിയാം ജൈവ വൈവിധ്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ഈ 3 സെൻറ്റൻസും കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ശരിയായവ തിരഞ്ഞെടുക്കാന്നാണ്. ഓക്കെ, ഏതൊക്കെ ശരി എന്നാണ് ചോദിക്കുന്നത്? 1, 2 ആണോ, 2, 3 ആണോ, എല്ലാം ശരിയാണോ? ഭൂമധ്യ രേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ സ്പീഷീസുകളുടെ വൈവിധ്യം കൂടുന്നു എന്ന് ചോദിച്ചാൽ അത് തെറ്റ്. നിങ്ങൾ എപ്പോഴും പറയേണ്ടത് കുറയുന്നു എന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കുറയുന്നു എന്ന് പഠിക്കണം. ക്ലിയർ ആയിട്ട് പഠിക്കണം. കുറയുന്നു. അപ്പൊ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായി. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്നതോടും ജൈവ വൈവിധ്യം കുറയുന്നു. അത് ശരി ആണ്. നമ്മളൊക്കെ ഉള്ളത് സമുദ്രനിരപ്പിലാണ്. അപ്പൊ ഉയരം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഓർത്താൽ അവിടെ കുറയുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരി. താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ ജൈവ വൈവിധ്യം കൂടുതലാണ്. അപ്പൊ താഴെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പോ അവിടെയാണ് കൂടുതൽ ജൈവ വൈവിധ്യം ഉള്ളത്, മുകളിൽ കുറവാണ്. അതും ശരി. അപ്പോ ഇവിടെ ഓർക്കേണ്ടത് ഇത്രയും നിങ്ങൾ ഓർത്ത ഈ 3 സെൻറ്റൻസും സെറ്റ് ആയിട്ട് മനസ്സിലായി. ജൈവ വൈവിധ്യ മാതൃകകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് ജൈവ വൈവിധ്യ മാതൃകകൾ? എന്താണ്? ഈ 3 സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. 1ാമത്തെ സെൻറ്റൻസ് ഭൂമധ്യ രേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും സ്പീഷീസുകളുടെ വൈവിധ്യം കുറയുന്നു. ശരി. 2, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്തോറും ജൈവ വൈവിധ്യം കുറയുന്നു. ശരി. 3, താഴ്ന്ന അക്ഷാംശങ്ങളിൽ ഉയർന്ന അക്ഷാംശങ്ങളെക്കാൾ ജൈവ വൈവിധ്യം കൂടുതലാണ്. ശരി. അപ്പോൾ ഇതാണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് 2, 3 ശരി എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. 2, 3 ശരി. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പഠിച്ച 3 ടോപ്പിക്കും 3 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം ഏത്? നമുക്കറിയാം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്നൊരു പക്ഷി. അതെന്താണ്? പ്രോജക്ട് എന്ന് പറഞ്ഞ ഏത് ജീവികൾക്ക് വന്നാലും അതിന്റെ അർത്ഥം അതിനെ സംരക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സംരക്ഷിക്കണം. അത് ഏത് വർഷം ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ പറയാം 2013 ആണ്. ഇനി അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വരാം. പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഈ പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആരംഭിച്ച വർഷം 2013 ജൂൺ 5-നാണ്. അപ്പൊ പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആരംഭിച്ച വർഷം ഏതാണ്? 2013 ജൂൺ 5-നാണ്. ഇനി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത് അശോക് ഗെഹ്ലോട്ടാണ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി. അതേപോലെ രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അപ്പോൾ ഓർമ്മിക്കണം, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പ്രോജക്ട് ആരംഭിച്ച വർഷം 2013 ജൂൺ 5. ഇത് ഉദ്ഘാടനം ചെയ്തത് അശോക് ഗെഹ്ലോട്ടാണ്. രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സ്ഥിതി ചെയ്യുന്ന DNP സാങ്ച്വറിയിലാണ് ആദ്യമായി ഈ പ്രോജക്ട് ആരംഭിച്ചത്. അപ്പോൾ രാജസ്ഥാനിലെ ജയ്സാൽമീറിലുള്ള DNP സാങ്ച്വറിയിലാണ് ഈ പ്രോജക്ട് ആരംഭിച്ചത്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ ഇന്ത്യൻ വന്യജീവി നിയമപ്രകാരം ഷെഡ്യൂൾ 1-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയണം, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടില് 6 ഷെഡ്യൂളുകളുണ്ട്. എത്ര ഷെഡ്യൂളാണ്? 6 ഷെഡ്യൂളുകളുണ്ട്. 6 ഷെഡ്യൂൾ. അതിൽ ഷെഡ്യൂൾ 1, 2, 3, 4 അങ്ങനെ ഡിവൈഡ് ചെയ്തുള്ള ജീവികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 1ഉം 2 അതിലെ ഷെഡ്യൂൾ 1ഉം 2 1-ലാണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ആ ജീവി എന്ത് ചെയ്യരുത്? വംശനാശം സംഭവിച്ച ജീവിയാണ്. അതെന്ന് പറയുന്നത് വംശനാശം സംഭവിച്ച ജീവികളാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ള ജീവികൾ. ഒരു കാരണവശാലും ഇതിനെ വേട്ടയാടാനോ അല്ലെങ്കിൽ ഇതിനെ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല? വേട്ടയാടാൻ മാത്രമല്ല ഇതിനെ വിൽക്കാനോ ഒന്നും തന്നെ പാടില്ല. അങ്ങനത്തെ ജീവിയാണ് ഷെഡ്യൂൾ 1-ൽ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഏതാ വരുന്നത്? ഷെഡ്യൂൾ 1-ലാണ് വരുന്നതെന്ന് അറിയുക. ഷെഡ്യൂൾ 1-ലാണ് വരുന്നത്.
ഇനി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ നാശത്തിന് കാരണം എന്തൊക്കെയായിരിക്കാമെന്ന് വെച്ചാൽ, ഒന്ന് പുൽമൈതാനങ്ങളുടെ നാശം, രണ്ട് പ്രജനന സമയത്ത് നേരിടുന്ന ആക്രമണങ്ങൾ. അപ്പൊ ഇതിന്റെ പ്രജനന സമയത്ത് മുട്ട വീഴുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. അതാണ് പ്രജനന സമയത്ത് നേരിടുന്ന ആക്രമണങ്ങൾ. മൂന്ന്, ഇവയെ ഉപയോഗിച്ച് കായിക വിനോദം നടത്തുന്നത് ഒരു പ്രശ്നമാണ്. നാല്, ഇലക്ട്രിക് വയറുകളുമായി കൂട്ടിയിടിക്കലും ഒരു പ്രശ്നമാണ്. അപ്പോൾ പുൽമൈതാനങ്ങളുടെ നാശം വരുന്നുണ്ട്, പ്രജനന സമയത്ത് നേരിടുന്ന ആക്രമണങ്ങൾ, അതുപോലെ ഇലക്ട്രിക് വയറുകളുമായി കൂട്ടിയിടിക്കല്, ഇവയെ കായിക വിനോദം നടത്തുന്നതൊക്കെ ഇതിന്റെ നാശത്തിന് കാരണമാകുന്നു. അങ്ങനെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കൺസർവേഷൻ പ്രോജക്ട് ആരംഭിച്ചത് ആദ്യ സംസ്ഥാനം ആര് തന്നെയാണ്? രാജസ്ഥാൻ തന്നെയാണെന്ന് അറിയണം. ആരാണ്? രാജസ്ഥാന്റെ സംസ്ഥാന പക്ഷി കൂടിയാണ് ആര്? ഈ പറയുന്ന പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയണം. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഓക്കെ, അടുത്തറിയണം, കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വിജയകരമായി വളർത്തിയ ആദ്യ രാജ്യം ആര് തന്നെയാണ്? അത് ഇന്ത്യ തന്നെയാണ്. കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വിജയകരമായി വളർത്തിയ ആദ്യ രാജ്യമാരാണ്? ഇന്ത്യ. ക്ലിയർ ആണോ? വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്താണ്? വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980-ലാണോ? 80 തന്നെയാണ്. ഏത് ഡേറ്റ് ആണെന്ന് നോക്കിയാൽ അതിനകത്ത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1980 ഒക്ടോബർ 25. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എങ്ങനെ വന്നു നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഏത് മോഡ്യൂളിലാണെന്ന് നോക്കാം. ഇത് ഏത് മോഡ്യൂളാണ്? ഇത് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, അതായത് വന സംരക്ഷണ നിയമം 1980 ബന്ധപ്പെട്ടിരിക്കുന്നു. വനത്തിന്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. വനത്തിന്റെയും വനവിഭവങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. ഈ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ വനനശീകരണം നിയന്ത്രിക്കുന്നതിനായാണ് ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980? ഇപ്പൊ നമുക്കൊരു വർഷം കിട്ടി, 2 വർഷം കിട്ടി. നേരത്തെ പറഞ്ഞത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷം എന്ന് ചോദിച്ചിട്ട് ഏത് വർഷമായിരുന്നു? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആയിരുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. അപ്പൊ ഇന്ത്യയിലെ വനനശീകരണം നിയന്ത്രിക്കുന്നതിനായാണ് ഈ നിയമം ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയത്. വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980 ഒക്ടോബർ 25. ഡേറ്റ് എന്നാണ്? 1980 ഒക്ടോബർ 25. റെഡി അല്ലേ? റെഡി. ഇന്ത്യയിലെ വനങ്ങളെയും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക എന്നതാണ് വനസംരക്ഷണ നിയമം 1980 പ്രധാന ലക്ഷ്യം. അപ്പോൾ വനസംരക്ഷണം 1980 പ്രധാന ലക്ഷ്യം എന്താണ്? ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക. ഇന്ത്യയിലെ വനങ്ങളെയും ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുക എന്നതാണ് വനസംരക്ഷണ നിയമം 1980 പ്രധാന ലക്ഷ്യം എന്ന് പഠിച്ചു. അത് മാത്രമല്ല, മറ്റ് ലക്ഷ്യങ്ങൾ വന ഇതര ആവശ്യങ്ങൾക്ക് വനഭൂമി ഉപയോഗിക്കുന്നത് തടയുക. വന ഇതര ആവശ്യങ്ങൾക്ക് വനഭൂമി ഉപയോഗിക്കുക, അതായത് വനത്തിന്റെ ആവശ്യത്തിനല്ലാതെ വനഭൂമിയെ വേറെ ഒരു ആവശ്യത്തിനും ഉപയോഗിക്കുവാൻ പാടില്ല. 2, 1927 ഇന്ത്യൻ വന നിയമപ്രകാരം സംരക്ഷിച്ചിരിക്കുന്ന വനഭൂമിയെ സംരക്ഷിക്കുക. നമുക്കറിയാം ഇന്ത്യൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ് നമുക്കിത്, അല്ലെ? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആണ്. അല്ലാതെ ഇന്ത്യൻ വന നിയമമുണ്ട്, ഫോറസ്റ്റ് ആക്ട് 1920, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. അപ്പൊ അത് ആ വന നിയമപ്രകാരം സംരക്ഷിക്കുന്ന വനഭൂമിയെ സംരക്ഷിക്കുക. അതുപോലെ വനഭൂമികൾ കാർഷികമാവോ കന്നുകാലി മേച്ചിട്ടോ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തടയുക. വനഭൂമിയെ വേറെ ഒരു ആവശ്യത്തിന് വന ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ വനഭൂമികള് കാർഷികമായിക്കോട്ടെ കന്നുകാലി മേച്ചിലിനോ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മനസ്സിലായോ? മനസ്സിലായി. ഇനി 1980 വന സംരക്ഷണ നിയമത്തിന്റെ സവിശേഷത എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ആദ്യം തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സംസ്ഥാന ഗവൺമെന്റിന്റെയും മറ്റ് അധികാരികളെയും ഈ നിയമം പരിമിതപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ഏതൊരു കാര്യം, വനവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ആരുടെ അനുമതിയാണ് അത്യാവശ്യം എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയാണ് ആവശ്യം. അത് ആര് പാലിക്കണം? സംസ്ഥാന ഗവൺമെന്റ് ആയിക്കോട്ടെ മറ്റ് അധികാരികളായിക്കോട്ടെ, അവർ അത് പാലിക്കേണ്ടതായിരിക്കുന്നു.
ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ ഏത് പഠിച്ചു? വന സംരക്ഷണ നിയമം, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പഠിച്ചു. എന്ന് വന്നു നമ്മൾ പഠിച്ചു എന്നാണ് October 25, 1980. വനങ്ങളെ സംരക്ഷിക്കുക, വനനശീകരണം തടയുക, വനങ്ങളുടെയും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുക. 1927 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ പറഞ്ഞതുപോലെ ഇരിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കുക. കന്നുകാലി വനഭൂമിയിൽ കാർഷികമോ കന്നുകാലി മേച്ചിലിനോ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് തടയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായി. അതുപോലെ 1980 വനസംരക്ഷണ നിയമത്തിന്റെ സവിശേഷതകളാണ്: കേന്ദ്ര ഗവൺമെന്റ് അനുമതിയില്ലാതെ ആദ്യം തീരുമാനം കൈക്കൊള്ളാൻ ആർക്ക് അനുമതിയില്ല? സംസ്ഥാന സർക്കാരിനോ മറ്റ് അധികാരികൾക്കോ അധികാരമില്ല എന്നിവിടെ പറയുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ: ഒരു പ്രത്യേക എക്കോസിസ്റ്റത്തിലെ അല്ലെങ്കിൽ പ്രദേശത്തെ ജീവി വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നത് ഇവയിൽ ഏതാണെന്നാണ് ചോദ്യം. ഒരു പ്രത്യേക എക്കോസിസ്റ്റത്തിലെ അല്ലെങ്കിൽ പ്രദേശത്തെ ജീവി വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നത് ഇവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോ ഓപ്ഷൻ ബീറ്റയാണോ, ഗാമയാണോ, ആൽഫയാണോ, എപ്സിലോൺ ആണോ? ആദ്യം നമ്മൾ അറിയേണ്ടത് ജൈവ വൈവിധ്യത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ജനിതക വൈവിധ്യം, സ്പീഷീസ് വൈവിധ്യം, പാരിസ്ഥിതിക വൈവിധ്യം. ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് 3ആയിട്ട് തിരിച്ചു. ഇനി അതിനകത്ത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഏതാണ്? സ്പീഷീസ് ഡൈവേഴ്സിറ്റിയെ മാത്രം എത്രയായിട്ട് തരംതിരിച്ചു എന്ന് ചോദിച്ചാൽ എത്രയായിട്ട് തരംതിരിച്ചു? അതിനെ 5ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ് 5 ചോദിച്ചാൽ ഒന്ന് പോയിന്റ് ഡൈവേഴ്സിറ്റി, ആൽഫ ഡൈവേഴ്സിറ്റി, ബീറ്റ ഡൈവേഴ്സിറ്റി, ഗാമ ഡൈവേഴ്സിറ്റി, എപ്സിലോൺ ഡൈവേഴ്സിറ്റി എന്നറിയണം. ഇതിന്റെ ആൻസർ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒരു പ്രത്യേക എക്കോസിസ്റ്റത്തിലെ അല്ലെങ്കിൽ പ്രദേശത്തെ ജീവി വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ആൽഫ വൈവിധ്യം ആണ് ഇതിന്റെ ആൻസർ. എന്താണ്? ആൽഫ വൈവിധ്യമാണ് ഇതിന്റെ ആൻസർ. ഓക്കെയാണ്. ഒരു പ്രത്യേക വൈവിധ്യം. അതായത് നമുക്ക് നോക്കാം എന്താണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങൾ: ജനിതക വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. അതിൽ ആദ്യം നമുക്ക് ജനിതക വൈവിധ്യം എന്താണെന്ന് നോക്കാം. എന്താണ് ജനിതക വൈവിധ്യം? സ്പീഷീസിന്റെ ജനിതകപരമായ ക്രമീകരണത്തിലെ ആകെ ജനിതക സ്വഭാവ സവിശേഷത. അപ്പോൾ ഒരു സ്പീഷീസിന്റെ ജനിതകപരമായ ക്രമീകരണത്തിലെ ആകെ ജനിതക സ്വഭാവ സവിശേഷതയാണ് എന്ത് പറയുന്നത്? ജനിതക വൈവിധ്യം എന്ന് പറയുന്നത്. മാത്രമല്ല സ്പീഷീസുകൾക്കിടയിലുള്ള വൈവിധ്യമാണ് എന്ത്? അത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസുകൾക്കിടയിലുള്ളത്. അതിനെയാണ് നമ്മൾ ഇനി 5ആയിട്ട് ഡിവൈഡ് ചെയ്തത്. പോയിന്റ് ഡൈവേഴ്സിറ്റി, അതായത് ആൽഫ ഡൈവേഴ്സിറ്റി, ബീറ്റ ഡൈവേഴ്സിറ്റി, ഗാമ ഡൈവേഴ്സിറ്റി, എപ്സിലോൺ ഡൈവേഴ്സിറ്റി. അതിലാദ്യം പോയിന്റ് ഡൈവേഴ്സിറ്റി. പോയിന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ആവാസ വ്യവസ്ഥയിലെ വൈവിധ്യം, അതായത് ചെറിയ മൈക്രോ ഓർഗാനിസംസിന്റെ ആ വൈവിധ്യത്തെയാണ് ഉൾപ്പെടുന്ന വൈവിധ്യമാണ് പോയിന്റ് ഡൈവേഴ്സിറ്റി. എന്താണ് ആൽഫ ഡൈവേഴ്സിറ്റി? വിവിധ തരം ജീവികൾ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക വൈവിധ്യമാണ് ആൽഫ. വിവിധ തരം ജീവികൾ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ പ്രദേശത്തെ ജീവി വൈവിധ്യം തന്നെയാണ് ആൽഫ എന്ന് പറയുന്നത്. ശരി തന്നെയാണ്. ഇനി ബീറ്റ എന്ന് പറഞ്ഞാൽ ഇത് കാണാതെ പഠിക്കുന്ന ഒരു സെന്റൻസ് ആണ്. ഒരു മേഖലയിലെ വൈവിധ്യത്തിന്റെയും, ചിലപ്പോൾ ഇതുപോലെ സെന്റൻസ് ചോദിക്കുമ്പോൾ ഒരു മേഖലയിലെ വൈവിധ്യത്തിന്റെയും അവിടുത്തെ പ്രാദേശിക വൈവിധ്യത്തിന്റെയും അനുപാതം. ഒരു മേഖലയിലെ വൈവിധ്യത്തിന്റെയും അവിടുത്തെ പ്രാദേശിക വൈവിധ്യത്തിന്റെയും അനുപാതമാണ് റേഷ്യോ ബിറ്റ്വീൻ റീജിയണൽ ആൻഡ് ലോക്കൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആണ് ബീറ്റ. ഇനി ഗാമ ഡൈവേഴ്സിറ്റി. ഗാമ എന്ന് പറഞ്ഞാൽ ദ്വീപ് പോലുള്ള വലിയ ഭൂപ്രദേശത്തെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഗാമ ഡൈവേഴ്സിറ്റി. ദ്വീപ് പോലുള്ള വലിയ ഭൂപ്രദേശത്തെ വൈവിധ്യമാണ് ഗാമ ഡൈവേഴ്സിറ്റി എന്നും. ഇനി എപ്സിലോൺ ചോദിച്ചാൽ ഈ ഗാമ വൈവിധ്യങ്ങളുടെ ആകെ വൈവിധ്യമാണ് എപ്സിലോൺ. ഗാമ വൈവിധ്യങ്ങളുടെ ആകെ വൈവിധ്യമാണ് എപ്സിലോൺ എന്നറിയണം. എപ്സിലോൺ വൈവിധ്യം. ക്ലിയർ ആണോ? ക്ലിയർ. അപ്പോ ഇവിടെ പറയാം ആൽഫ വൈവിധ്യം പറഞ്ഞു. ആൽഫ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ വൈവിധ്യം അതായത് വിവിധ തരം ജീവികൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ വൈവിധ്യമാണ് ആൽഫ. ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിലെ വൈവിധ്യത്തിന്റെയും അവിടുത്തെ പ്രാദേശിക വൈവിധ്യത്തിന്റെയും റേഷ്യോ അല്ലെങ്കിൽ അനുപാതമാണ് ബീറ്റ. ഇനി ഗാമ ചോദിച്ചാൽ ദ്വീപ് പോലുള്ള വലിയ ഭൂപ്രദേശത്തിന്റെ വൈവിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഗാമ എന്ന് പറയുന്നു. ഇനി എപ്സിലോൺ ചോദിച്ചാൽ ഗാമ വൈവിധ്യങ്ങളുടെ ആകെ വൈവിധ്യം, ഗാമയുടെ ടോട്ടലിനെ എപ്സിലോൺ. അപ്പൊ ഇതാണ് അവിടെ പറയുന്നത്, അറിയുക. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി മൂന്നാമത് നമ്മൾ പഠിച്ചല്ലോ, ആദ്യം പഠിച്ചല്ലോ മൂന്നാമത്തെ പാരിസ്ഥിതിക വൈവിധ്യം, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യം. ആവാസ വ്യവസ്ഥകളിലെ വൈവിധ്യത്തെയാണ് പാരിസ്ഥിതിക വൈവിധ്യം എന്ന് പറയുന്നത്.
ഇനി എന്താണ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ആസ്ഥാനം? നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റിയുടെ ആസ്ഥാനം ഓക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ചെന്നൈ. ചെന്നൈ നാഷണൽ ബയോഡൈവേഴ്സിറ്റി. അപ്പൊ നാഷണൽ ബയോഡൈവേഴ്സിറ്റി നിലവിൽ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം വരും. അപ്പൊ ദേശീയ ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ 2002 പറയണം. ദേശീയ ജൈവ വൈവിധ്യ ആക്ട് 2002. അതിന്റെ ഫലമായി അതോറിറ്റി വന്നത് 2003. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇതിന്റെ ആസ്ഥാനം ചെന്നൈ എന്ന് പറഞ്ഞു. ഇനി പറഞ്ഞു ദേശീയ ജൈവ വൈവിധ്യ ദിനം എന്നു ചോദിച്ചാൽ എന്നാണ്? മെയ് 22. എന്നാണ് ജൈവ വൈവിധ്യ വർഷം ചോദിച്ചാൽ 2010. ലുവന്റെ 2010 ജൈവ വൈവിധ്യ വർഷം. എന്നാണ് ജൈവ വൈവിധ്യ ദശാബ്ദം ഏത് വർഷം മുതൽ ഏത് വർഷം? 2011 മുതൽ 2020 വരെ ജൈവ വൈവിധ്യ ദശാബ്ദം. ഇത്രയും കാര്യം നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. ഇതാണ് ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടെ പറയാം. ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായിട്ട് പറഞ്ഞ ആരാണ്? WG റോസൻ. ബയോഡൈവേഴ്സിറ്റി പിതാവ് ആരാണ്? എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ. അടുത്ത് പറഞ്ഞു ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന പദം ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? അത് നോർമൻ മിയേഴ്സ്. അടുത്ത് പറഞ്ഞത് എന്താണ്? ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സിദ്ധാന്തം അല്ലെ? പോൾ എർലിക്ക് കൊണ്ടുവന്ന ആരാണ്? പോൾ എർലിക്ക് എന്ന വ്യക്തിയാണ്. റിവറ്റ് പോപ്പർ പരികൽപ്പനാ സിദ്ധാന്തം കൊണ്ട് ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് റിവറ്റ് പോപ്പർ പരികൽപ്പനാ സിദ്ധാന്തം ഒരു ജീവിയെയും അതിന്റെ ആവാസ വ്യവസ്ഥയും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്തു? ഒരു സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തിയാണ് എന്താണ്? നമ്മുടെ പോൾ എർലിക്ക് എന്ന് പറഞ്ഞു. പോൾ എർലിക്ക്. സെറ്റായിട്ട് മനസ്സിലായോ? അപ്പൊ ഇതാണ് അവിടെ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയാം. ഇനി പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത കന്യാവനത്തിന് ഉദാഹരണം സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ആൻസർ സൈലന്റ് വാലി അല്ലെ? അപ്പൊ നമുക്കറിയാം ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണമാണ് സൈലന്റ് വാലിയും പൂയംകുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വനത്തില് നമുക്ക് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ കാലാവസ്ഥ മഴയുടെ ലഭ്യത ഇതിനനുസരിച്ച് ഒരു പ്രദേശത്ത് വളരുന്ന സസ്യജാലങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ വനത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഉഷ്ണമേഖല മഴക്കാടുകളുണ്ട്. ആ മഴക്കാടുകളാണ് ഈ പറയുന്ന നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത്. അത് ഉദാഹരണമാണ് സൈലന്റ് വാലിയും പൂയംകുട്ടിയും. അതുപോലെ തന്നെ സൈലന്റ് വാലിയുടെ കന്യാവനം എന്ന് പറയുന്നു. അതുപോലെ കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശമാണ് പശ്ചിമഘട്ട മലനിരകൾ. നിത്യഹരിത വനത്തിന്റെ മറ്റൊരു പേരാണ് മഴക്കാടുകൾ. അതുപോലെ കേരളത്തിലെ നിത്യഹരിത വനത്തിന് ഉദാഹരണമായ സംരക്ഷണ കേന്ദ്രമാണ് സൈലന്റ് വാലി എന്നറിയണം. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട പരിസ്ഥിതി കമാൻഡോസ് എന്ന് അറിയപ്പെടുന്ന സംഘടനയാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ നമുക്ക് എഴുതാം. ഗ്രീൻ പീസ് ആണ്. എന്താണ്? ഗ്രീൻ പീസ്. പരിസ്ഥിതി കമാൻഡോസ് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു അന്തർദേശീയ സംഘടനയാണ് ഗ്രീൻ പീസ് 1971. അപ്പോ എന്താണ് പറഞ്ഞത്? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടനയാണ് ഗ്രീൻ പീസ് 1971. ഗ്രീൻ പീസ് ആരംഭിച്ചത് വാൻകൂവർ ആണ്, കാനഡ. ഇതിനെ മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നു പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന കൂടിയാണ് ഗ്രീൻ പീസ് എന്നറിയണം. അപ്പൊ ഗ്രീൻ പീസിൽ നമ്മൾ പറയുന്നത് എന്താണ്? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടനയാണ് ഗ്രീൻ പീസ് 1971. ഗ്രീൻ പീസ് ആരംഭിച്ചത് വാൻകൂവറിലാണ്, കാനഡ. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഏത്? ഗ്രീൻ പീസ് എന്നറിയപ്പെടുന്നത് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആസ്ഥാനം ചോദിച്ചാൽ ആംസ്റ്റർഡാം. എങ്ങനെയാണ് ഗ്രീൻ പീസ് വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അലാസ്കയിലുള്ള ഒരു ദ്വീപ സമൂഹമായ അലൂഷൻ ദ്വീപുകളുടെ സംരക്ഷണാർത്ഥമാണ് ഗ്രീൻ പീസ് ആരംഭിച്ചത്. അപ്പൊ ഗ്രീൻ പീസ് ആരംഭിച്ചത് എന്തിനു വേണ്ടിയാണ്? അലാസ്കയിലുള്ള ഒരു ദ്വീപ സമൂഹമായ അലൂഷൻ ദ്വീപുകളുടെ സംരക്ഷണാർത്ഥമാണ് ഗ്രീൻ പീസ് ആരംഭിച്ചത്. ഇനി ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിലേക്ക് സംഘടന മാറിയ വർഷം 1979-ലാണ്.
അപ്പൊ ഗ്രീൻ പീസ് എന്നത് ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിലേക്ക് മാറിയത് ഏത് വർഷമാണ്? 1979 മാറിയത്. ഗ്രീൻ പീസിന്റെ പ്രശസ്തമായ കപ്പലാണ് റെയിൻബോ വാരിയർ. ഗ്രീൻ പീസിന്റെ പ്രശസ്തമായ കപ്പലാണ് റെയിൻബോ വാരിയർ എന്ന് പറയുന്നു. റെയിൻബോ വാരിയർ. ഗ്രീൻ പീസ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 2001. ഗ്രീൻ പീസ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 2001 അപ്പോൾ ഒന്നുകൂടെ ഗ്രീൻ പീസ് നോക്കൂ. എന്തിനാണെന്ന് നോക്കൂ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടന ഗ്രീൻ പീസ് 1971. ഗ്രീൻ പീസ് ആരംഭിച്ചത് വാൻകൂവറിലാണ്, കാനഡ. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. അതുപോലെ ഗ്രീൻ പീസ് ഇന്റർനാഷണൽ ആസ്ഥാനം ആംസ്റ്റർഡാമാണ്. അലാസ്കയിലുള്ള ഒരു ദ്വീപ സമൂഹമായ അലൂഷൻ ദ്വീപുകളുടെ സംരക്ഷണാർത്ഥമാണ് ഗ്രീൻ പീസ് ആരംഭിച്ചത്. ഗ്രീൻ പീസ് ഇന്റർനാഷണൽ എന്ന പേരിലേക്ക് മാറിയത് 79 ഗ്രീൻ പീസിന്റെ പ്രശസ്തമായ കപ്പലിന്റെ പേര് റെയിൻബോ വാരിയർ. ഗ്രീൻ പീസ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 2001 എന്നറിയണം. മാത്രമല്ല ഇനി നമ്മൾ അടുത്ത് അതിന്റെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ മറ്റുള്ള ഓപ്ഷൻ കൂടെ നോക്കിക്കളയാം. ഗ്രീൻ ബെൽറ്റും ഗ്രീൻ ക്രോസും ഒക്കെ നമുക്ക് നോക്കിക്കളയാം. മറ്റുള്ള ഓപ്ഷൻ കൂടെ നോക്കുമ്പോൾ അത്രയും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഗ്രീൻ ബെൽറ്റ് 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിതയാണ് വങ്കാരി മാതായി. ആരാണ്? വങ്കാരി മാതായി. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം നെയ്റോബി. എവിടെയാണ്? കെനിയ. നെയ്റോബി, കെനിയ. ഗ്രീൻ ബെൽറ്റ് സംഘടനയുടെ ലക്ഷ്യങ്ങളാണ് വനവത്കരണം വരുന്നുണ്ട്, ജലസംരക്ഷണം വരുന്നുണ്ട്, കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാതാക്കൽ തുടങ്ങിയവയ്ക്ക് ആരുടെ ലക്ഷ്യങ്ങളാണ്? ഗ്രീൻ ബെൽറ്റ് സംഘടനയുടെ ലക്ഷ്യങ്ങളാണെന്ന് പഠിക്കണം. അപ്പോ ഒന്നുകൂടെ നമ്മൾ പഠിച്ചോണ്ടാണ് ഒന്നുകൂടെ നമ്മൾ പഠിക്കുന്നു. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വനവത്കരണം, ജലസംരക്ഷണം, കാലാവസ്ഥ വ്യതിയാനം ഇല്ലാതാക്കൽ. ഇനി ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ അതും നിലവിൽ വന്നത് 1993 ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ വന്നത് 1993 ഗ്രീൻ ക്രോസ് ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ മിഖായിൽ ഗോർബച്ചേവ്. ആരാണ്? മിഖായിൽ ഗോർബച്ചേവ്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ആസ്ഥാനം എവിടെയാണ്? അത് ജനീവയാണെന്ന് അറിയണം. ജനീവ. ഇനി വേൾഡ് നാച്ചുറൽ ഓർഗനൈസേഷൻ ചോദിച്ചാലോ? അത് രൂപീകൃതമായത് 2010 വേൾഡ് നാച്ചുറൽ ഓർഗനൈസേഷൻ രൂപീകൃതമായത് ഒഫീഷ്യലി 2014. ഇതിന്റെ സ്ഥിതി എവിടെയാണ്? ജനീവയാണെന്ന് അറിയണം. ആഗോള പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ സംഘടനയാണ് വേൾഡ് നാച്ചുറൽ ഓർഗനൈസേഷൻ. അപ്പൊ എന്താണ്? ആഗോള പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ സംഘടനയാണ് വേൾഡ് നാച്ചുറൽ ഓർഗനൈസേഷൻ എന്ന് അറിയണം. അപ്പൊ ഇതാണ് നമ്മളിവിടെ 4 കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ഓർമ്മിക്കണം, ഗ്രീൻ പീസ് പഠിച്ചു, ഗ്രീൻ ക്രോസ് പഠിച്ചു, ഗ്രീൻ ബെൽറ്റ് പഠിച്ചു, വേൾഡ് നാച്ചുറൽ ഓർഗനൈസേഷനും പഠിച്ചു. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രോജക്റ്റ് എലിഫന്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. എന്താണ് തിരഞ്ഞെടുക്കുക? ഈ പദ്ധതി കേന്ദ്ര സർക്കാർ 1973 നടപ്പിലാക്കി തുടങ്ങി എന്ന് പഠിക്കണം. നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും ഈ പദ്ധതി ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. 3 കേരളത്തിലുള്ള 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ. അപ്പൊ നമുക്ക് ഇതൊന്ന് പഠിച്ചിട്ട് വരാം. അതിന് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ആദ്യം പ്രോജക്റ്റ് എലിഫന്റ്. ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത്. അപ്പൊ എന്തിനു വേണ്ടിയാണ്? ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത്. ശരി തന്നെയാണ്. ഇനി പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം 92 അവിടെ 73 എഴുതിയിരിക്കുന്നത് തെറ്റാണത്. അപ്പൊ 92 പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളിലും ആനകൾ കണ്ടുവരുന്നു. അപ്പൊ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളിലും ആനകൾ കണ്ടുവരുന്നു. 16 ഇനി പ്രോജക്റ്റ് എലിഫന്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്ന മന്ത്രാലയമാണ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ്, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം. അപ്പൊ അവിടെ അറിയേണ്ടത്, പ്രോജക്റ്റ് എലിഫന്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്ന മന്ത്രാലയം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണെന്ന് അറിയണം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. അതുപോലെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം 2010 ലോക ഗജ ദിനം ഓഗസ്റ്റ് 12. അപ്പൊ പ്രോജക്റ്റ് എലിഫന്റിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്ന മന്ത്രാലയം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച 2010 ലോക ഗജ ദിനം ഓഗസ്റ്റ് 12 എന്നറിയണം. ഇന്ത്യയിലെ ആദ്യ ആന പുനരധിവാസ കേന്ദ്രമാണ് കോട്ടൂർ. അറിയണം, നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന കോട്ടൂറാണ്.
അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിനുള്ളിലാണ് ഇത് വരുന്നത്. കോട്ടൂർ ആന പരിപാലന കേന്ദ്രം. അത് കഴിഞ്ഞ് അതിനകത്ത് കോന്നിയും കോടനാടും കൂടെ ഉണ്ട്. കോന്നി ആന പരിശീലന കേന്ദ്രമാണ് കോന്നിയും കോടനാടും. ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനമാണ് കർണാടക. ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടക. നിലവിലെ ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 33 നിലവിലെ ഇന്ത്യയിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങൾ 33. ടെറായാണ് ഉത്തർപ്രദേശ്. അപ്പൊ ആന പുനരധിവാസ കേന്ദ്രം ചോദിച്ചാൽ എന്താണ് കോട്ടൂർ പറയണം. അതുപോലെ ആനകളുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് ഗവി മ്യൂസിയം ഓർമ്മിക്കണം, ഗവി മ്യൂസിയം. അതുപോലെ തന്നെ ആനക്കൂട് നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന തടി എന്ന് വെച്ചാൽ അത് കമ്പകം ആണെന്ന് പറയുന്നത്. എന്താണ് കമ്പകം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വേണ്ടിയുള്ള ആശുപത്രി നിലവിൽ വന്നത് മധുരയാണ്, ഉത്തർപ്രദേശാണ്. കേരളത്തിലെ ആന സങ്കേതങ്ങൾ നിലമ്പൂരുണ്ട്, ആനമുടിയുണ്ട്, പെരിയാർ, വയനാട് തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും. മാത്രമല്ല പ്രോജക്ട് എലിഫന്റ് ലക്ഷ്യങ്ങൾ കൂടെ നോക്കാം. ഒന്ന്, ആന സംരക്ഷണത്തിനായി ശാസ്ത്രീയവും ആസൂത്രിതവുമായ മാനേജ്മെന്റ് തന്ത്രങ്ങൾ വികസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ആനക്കൊമ്പിന്റെ അനധികൃത വ്യാപാരം തടയുക. വേട്ടക്കാരിൽ നിന്ന് ആന സംരക്ഷണം ഉറപ്പാക്കുകയൊക്കെയാണ് ഈ പ്രോജക്ട് എലിഫന്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് പ്രോജക്ട് എലിഫന്റ് എന്താണ്? ആനകളുടെ ആവാസ വ്യവസ്ഥയും അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രോജക്ട് എലിഫന്റ് പദ്ധതി ആരംഭിച്ചത്. 92 അറിയണം. ക്ലിയർ ആണോ? അവയുടെ എണ്ണവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ. ക്ലിയർ ആണോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഈ പദ്ധതി കേന്ദ്ര 1973 92 അപ്പൊ തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, അടുത്ത് നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും ഈ പദ്ധതി ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. കേരളത്തിലുള്ള 4 അപ്പൊ ഇതിൽ 2, 3 ഒക്കെ ശരിയാണ്. ഉദ്ദേശ ലക്ഷ്യങ്ങളിലൊക്കെ ഒന്നാണ് അല്ലെ, ക്ഷേമവും പരിപാലനവും ഒക്കെ വരുന്നത്. അപ്പൊ 2, 3 നമുക്ക് ശരി കൊടുക്കാം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എന്നറിയുക. ഓപ്ഷൻ ബി ആണ് പ്രോജക്ട് എലിഫന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ശരിയായിട്ട് പറയാൻ പറ്റും. അടുത്തത്, താഴെ പറയുന്നതിൽ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? അതായത് കടുവാ സങ്കേതം അല്ലാത്തത്. അപ്പൊ നമുക്ക് കടുവാ സങ്കേതങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയില് 58 കടുവാ സങ്കേതങ്ങളുണ്ട്. ഇന്ത്യയിലെ 58 കടുവാ സങ്കേതങ്ങൾ. ഈ 58 കടുവാ സങ്കേതങ്ങളിൽ ഏറ്റവും അവസാനത്തെ 58ാമത് വെച്ചാൽ മാധവ് ടൈഗർ റിസർവ് എവിടെയാണ്? അത് മധ്യപ്രദേശാണ്. അതുപോലെ നമ്മൾ അറിയുന്നത് കേരളത്തിലെ 2 എണ്ണമാണുള്ളത്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് പെരിയാറ്, 2 പറമ്പിക്കുളം. പെരിയാറും പറമ്പിക്കുളവും അറിയണം. പെരിയാറ് ആണ് ആദ്യത്തത്. പെരിയാർ 1978 പെരിയാറിനെ എന്താക്കിയത്? ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത്. പറമ്പിക്കുളത്തിന് ഏത് വർഷം ചോദിച്ചാൽ 2010 ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത്. പെരിയാറിനെ 1978 പറമ്പിക്കുളത്തിനെ 2010 എന്താണ് പ്രഖ്യാപിച്ചത്? ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പൊ പെരിയാറിന്റെ മറ്റൊരു പേരാണ് തേക്കടി. അതൊരു വന്യജീവി സങ്കേതം തന്നെയാണ്. വയനാട് എന്ന് പറയുന്നത് ഒരു കടുവാ സങ്കേതമല്ല. വയനാട് എന്ന് പറയുന്നത് ഒരു കടുവാ സങ്കേതമല്ല. അതുകൊണ്ട് തന്നെ അത് തെറ്റായിട്ടുള്ള ആൻസർ ആണ്. പറമ്പിക്കുളവും ശരി തന്നെയാണ്. അപ്പോൾ കടുവാ സങ്കേതം ഇല്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, വയനാട്. വയനാട് എന്ന് പറഞ്ഞാൽ ഒരു വന്യജീവി സങ്കേതമാണ്. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് മുത്തങ്ങ എന്ന് പറയും. 1973 വന്ന മുത്തങ്ങ വന്യജീവി സങ്കേതം. ആനകളെ സംരക്ഷിക്കുന്ന പ്രദേശമാണ് ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് നിങ്ങൾ അറിയണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ നോക്കിയിട്ട് ശരിയായി ചേരുംപടി ചേർത്തെഴുതുക. ഇത് ഏതൊക്കെ ദിവസങ്ങൾ നമുക്കറിയാം. നോക്കൂ, ഏതൊക്കെ ദിവസമാണ്? ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. അപ്പൊ ഇതെല്ലാവരും നോക്കിയിട്ട് ഇതിൽ താഴെ കമന്റ് ചെയ്യണം. ക്ലാസിന്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരണം. ഓക്കെ ആണോ? അപ്പൊ തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനിയും പറയുന്നു, ഇനിയും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ ഇനി ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഓക്കെ ആണേ? അപ്പൊ തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു? വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്താൽ മതി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ഇതിന്റെ ആൻസർ നിങ്ങളുടെ ഇഷ്ടത്തിനൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. റിവിഷൻ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ജൈവ വൈദ്യുത മേഖല പഠിച്ചു, ഗേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പഠിച്ചു, ആൽഫ ബീറ്റ ഗാമ വൈവിധ്യങ്ങൾ പഠിച്ചു. അതുപോലെ നമ്മൾ ആന പ്രോജക്റ്റ് എലിഫന്റ് പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ചത് എന്താണ്? ജൈവവൈദ്യുതമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇൻസെറ്റു എക്സെറ്റു കൺസർവേഷൻ ഒക്കെ പഠിച്ചു. ഓക്കെ, അപ്പൊ തൽക്കാലം എന്നോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.